എനിക്കും ശൈത്താനുണ്ട്, ഓരോരുത്തർക്കും ഖരീൻ എന്ന് പറഞ്ഞ പിശാചിന്റെ കൂട്ടുകാരനുണ്ടെന്നാണ്. ഒരു ഖരീൻ ഓരോരുത്തരുടെയും കൂടെയുള്ള ജിന്നാണ്. തിന്മയിലേക്ക് നയിക്കാൻ ഒരു കാഫിറായ ജിന്ന് കാണും, നന്മയിലേക്ക് നയിക്കാൻ ഒരു മുസ്ലിമായ ജിന്നും കാണും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖരീൻ ഫഹുവ ലഹു ഖരീൻ, ഖരീനുണ്ട്. നബി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അടുത്ത കാലത്ത് ഒരു മുസ്ലിം ജിന്നുമായിട്ടുള്ള അഭിമുഖം മുഹമ്മദ് ദാവൂദ് ഈസ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെഹബൂബുൽ ഹാജി എന്നാണ് ആ ജിന്നിന്റെ പേര്. റസൂലുള്ളാഹി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത് കണ്ടിട്ട് മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു മുസ്ലിം ജിന്ന് അദ്ദേഹം ഈ ഈജിപ്ഷ്യൻ പണ്ഡിതനോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുസ്തകം ഹിവാറുൻ സഹ്ഫിയുൻ മഅ ജിന്നിയ്യിൻ മുസ്ലിം, അൻ ഇന്റർവ്യൂ വിത്ത് മുസ്ലിം ജിൻ, യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. 2 മണിക്കൂറുള്ള ഒരു കോൺവെർസേഷനാണ്, അൻ ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ. അപ്പോ ഖരീനുകൾ ഉണ്ടെന്ന്. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ നടന്നു, നബി തങ്ങളെ കാണുന്നില്ല. നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി, അവിടെ ഒന്നും നബിയെ കാണുന്നില്ല. പിന്നെ നോക്കുമ്പോ നബി തങ്ങൾ ജന്നത്തുൽ ബഖീഇലാണ്. ജന്നത്തുൽ ബഖീഇലെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിയാണെന്ന് അറിഞ്ഞ ആയിഷ ബീവി ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക്. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ കിടക്കുമ്പോ ആയിഷ ബീവി ഒന്നും അറിയാത്ത മട്ടിൽ കിടക്കുന്ന, പക്ഷേ ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട്. ആയിഷ ബീവി കിടന്ന കിടപ്പിൽ ഇങ്ങനെ ശ്വാസം വിടാൻ എന്തു പറ്റിയെന്ന് പറഞ്ഞു, നബിയെ ഞാനവിടെ വന്ന് ഓടിപ്പോന്നതാ. അപ്പൊ ഈ ആയിരുന്നല്ലേ, ഞാനൊരു രൂപം പോകുന്നത് ഞാനും കണ്ടു, നീ ആയിരുന്നില്ലേ അത്? അല്ലാഹുവും റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു ആയിഷ ബീവി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര രസകരമായ ജീവിതമായിരുന്നു അത്. ആയിഷ ബീവി പറയാണ്, അന്നൊരിക്കെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഖാമ യുസല്ലി, അവർ ഓതുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ദീർഘമായ നേരം ഈ ആയത്തുകൾ ഓതി ഹബീബ് കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരച്ചിലാണ്. ഒരുപാട് നേരം തേങ്ങി കരയുന്നത് ഞാൻ കേട്ടു. അതാ റളിയല്ലാഹു അൻഹുവിനോട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവം ആയിഷ റളിയല്ലാഹു അൻഹ വിവരിച്ചു കൊടുക്കുന്നു. നബിയോടൊപ്പം ജീവിച്ച ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവം. അതാണ് ചോദ്യം. ഇതിന് മറുപടി പറയാൻ ഈ ആയത്തുകൾ ഇങ്ങനെ തങ്ങൾ ഓതുന്നുണ്ട്. സുജൂദിലേക്ക് പോയി എത്ര നേരമാണോ ഖിയാമിൽ നിന്നത് അത്ര തന്നെ ദൈർഘ്യമുള്ള റുകൂഅ്, വീണ്ടും ഇഅ്തിദാല്, സുജൂദിലേക്ക് പോകുന്നു. ആ സുജൂദിലും ഒരുപാട് നേരം നിന്ന് നബി കരയുന്നത്, ഹബീബിന്റെ കരച്ചിലിന്റെ തേങ്ങൽ ഞാൻ കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ സുജൂദിലേക്കും പോകുമ്പോഴും അത്ര നേരം എഴുന്നേറ്റ് നിന്നിട്ടും നബി തങ്ങൾ ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചതിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്, ലആയാത്തിൻ,
ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ രാത്രിയാവുന്നത്? എങ്ങനെയാണ് ഈ പകലുണ്ടാകുന്നത്? എങ്ങനെയാണ് അല്ലാഹു ആകാശലോകങ്ങളെ പടച്ചത്? എങ്ങനെയാണ് ഭൂമിയെക്കാളും 200-300 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ഒരു ചെറിയ മൺതരി പോലെ ചെറുതാക്കി കാണാൻ മാത്രം ദൂരങ്ങളിൽ അല്ലാഹു കൊണ്ടുപോയി ഫിറ്റ് ചെയ്തത്? എങ്ങനെയാണ് സൂര്യനേക്കാളും താപമുള്ള നക്ഷത്രഗോളങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചത്? എങ്ങനെയാണ് സൂര്യന്റെ താപം നഷ്ടപ്പെടാതെ ഓരോ ദിവസവും മനോഹരമായൊരു സൂര്യോദയവും മനോഹരമായൊരു സൂര്യാസ്തമയവും സംവിധാനിച്ചത്? ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്. ആരാണ് ബുദ്ധിമാനികൾ? الذين يذكرون الله قياما وقعودا وعلى جنوبهم, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ആരാ ബുദ്ധിമാനികൾ? നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്. വയതഫക്കറൂൻ, ദിക്ർ അങ്ങനെ ചൊല്ലി മനസ്സിൽ ബോധമില്ലാതെ ചൊല്ലുന്നതല്ല, അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നവരാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ, ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചതിന്റെ മഹാത്ഭുതം ചിന്തിച്ച് കിടന്നും ഇരുന്നും അല്ലാഹുവിനെ സ്മരിക്കുന്നവർ. അവര് പറയുന്നുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാതിലാ, ഈ പ്രപഞ്ച ലോകത്തെ നീ വെറുതെ ഇങ്ങനെ പടച്ചുവിട്ടതല്ലല്ലോ, ഇതിന് ലക്ഷ്യമുണ്ടല്ലോ. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാനികൾ. റബ്ബനാ, അവരിങ്ങനെ ദുആ ചെയ്യും, ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. അല്ലാഹുവേ, കത്തിയാളുന്ന ഒരുപാട് തീഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ, തീഗോളങ്ങളാണ് ഒരുപാട് പ്രപഞ്ചത്തിലെ സെലസ്ഷ്യൽ ബോഡീസ്. അല്ലാഹുവേ, ഇതിനേക്കാളൊക്കെ ചൂടുള്ള നരകം പടച്ചവനെ, ആ നരകത്തിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ പരാജയം. നരകവാസികൾക്ക് ആരുമേ സഹായികളും ഇല്ലല്ലോ പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ. ഖുർആനിന്റെ തഅബ്ബുദ് തദബ്ബുർ, ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ള ഇബാദത്തുണ്ട്, ഓതിയും ഇബാദത്തുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ഒരു രാത്രി മുഴുവനും, രാത്രിയുടെ പകുതിയിലേറെ നിസ്കരിക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഇന്നിവിടെ ഓതിയ മനോഹരമായ ഖിറാഅത്ത് ചെയ്ത കുട്ടി ഓതിയത് സൂറത്ത് മുസമ്മിലാണ്. യാ അയ്യുഹൽ മുസമ്മിലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അസൂയ തോന്നുന്നുണ്ടല്ലേ? അല്ലാഹുവിന്റെ റസൂലിന് എത്രയെല്ലാം ബാധ്യതകളും ഉണ്ടായിരുന്നു, എത്ര ബാധ്യതകൾ. യാ അയ്യുഹൽ മുസമ്മിലു, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ, പനി ബാധിച്ച് കിടക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. രാത്രി നിന്ന് നിസ്കരിക്കണം നബിയെ, കുറച്ചു മാത്രം ഉറങ്ങിയാൽ മതി. ഖുമിൽ ലൈല, രാത്രി നിസ്കരിക്കണം. നമുക്ക് ആ കമാൻഡ് ഉണ്ടോ? നമുക്ക് ഉറങ്ങാം, വേണ്ടവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. നബിയോടുള്ള കൽപ്പന, നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. നബിയെ, രാത്രിയുടെ പകുതി നിങ്ങൾ നിസ്കരിക്കണം. പകുതി രാത്രി 8 മണിക്കൂറുണ്ടെങ്കിൽ 4 മണിക്കൂർ നബിയെ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം റസൂലേ. 12 മണിക്കൂറുള്ള രാവുകളാണെങ്കിൽ 6 മണിക്കൂറെങ്കിലും നിസ്കരിക്കണം നബിയെ രാത്രി നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകല്ല സഹോദര. നബിക്ക് അല്ലാഹു നൽകുന്ന ബാധ്യതകളും കൂടെ പഠിക്ക്. ഇതൊക്കെ നബി തങ്ങളുടെ ബാധ്യതകളാണ്. രാത്രി പകുതിയോളം നിസ്കരിക്കണം. നമുക്കതുണ്ടോ? ഇല്ലല്ലോ.
നമുക്കത് ബാധ്യതയാണോ? അല്ല, നബിക്കത് ഫർളാണ്. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ, കൃത്യമായും പകുതി തന്നെ വേണമെന്നില്ല, ഒരൽപ്പം കുറക്കാം. ഔ സിദ് അലൈഹി, പകുതിയിൽ ഒരൽപ്പം കൂടുതലുമാകാം. വറത്തിലിൽ ഖുർആന തർതീലാ, നബിയെ ഖുർആൻ മനോഹരമായി ഓതണം നബിയെ. ഒരു വലിയൊരു രഹസ്യം ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീലാ, വളരെ ഭാരമേറിയ വാക്കുകളാണ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തരുന്നത്. ജീവിതത്തിന്റെ ഭാരം താഴെ ഇറക്കാനും ജീവിതത്തിൽ ആശ്വാസം കിട്ടാനും. മക്കളെ കെട്ടിക്കാനുണ്ട്, മകന് പുരപണി നടന്നിട്ടില്ല, മകന് പെണ്ണ് കിട്ടണം, ഭർത്താവിന് ജോലിയില്ല, വാപ്പാക്ക് അസുഖമാണ്. ജീവിതത്തിന്റെ ഭാരങ്ങളൊക്കെ വരുമ്പോ വറത്തിലിൽ ഖുർആന തർതീലാ, മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതിയാൽ, മനോഹരമായി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ ഭാരം അല്ലാഹു ഇറക്കി വെച്ചു തരും, ഭാരം അല്ലാഹു ലഘൂകരിച്ചു തരും. ഇന്നാ സനുൽഖി അലൈക